നമ്മളെ പിന്നെ മാർക്കറ്റ് തൊട്ടപ്പുറത്ത് SP റോഡ് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇലക്ട്രിക്കൽസ്, അതേപോലെ തന്നെ പിന്നെ ഇലക്ട്രോണിക്സ്, അതേപോലെ പിന്നെ കമ്പ്യൂട്ടർ ആക്സറീസ്, ഇതിൻ്റെ എല്ലാം പിന്നെ ഒരു മാർക്കറ്റാണ് കാണുന്നത് നമ്മളെ SP റോഡിന്. അതിൽ ആർക്കും ഒരു ഗോഡൗണോ അല്ലെങ്കിൽ ഒരു ഷോപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഷോപ്പോ ഗോഡൗണോ വന്നു കേട്ടോ. ഇതാണ് സ്ഥലം. അതായത് SP റോഡിൽ കണ്ടല്ലേ, എന്താണ് പേര്, SP റോഡിൽ പിന്നെ 66/1. അതായത് നമ്മൾ ഈ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ബൾബുകളുടെ പിന്നെ ഡിസൈൻ ലൈറ്റ്, ചൈന ലൈറ്റ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, അതിൻ്റെ ഒരു മാർക്കറ്റുള്ളത്. പിന്നെ 3ാമത്തെ ഫ്ലോറിൽ ഒരു കാലി ഷോപ്പ് ഗോഡൗണായിട്ട് ഉപയോഗിക്കാം. ഇതിന് ഏകദേശം പിന്നെ 18 റൂപ പറയുന്നത്. 3ാമത്തെ ഫ്ലോറാണ് ലിഫ്റ്റില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഗോഡൗണായിട്ടൊക്കെ അല്ലെങ്കിൽ ഓഫീസൊക്കെ SP റോഡിൽ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിംഗ് കമ്പനിക്കായിട്ട് ഓഫീസ് SP റോഡ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്ത് വേണം, ഒരു പിന്നെ ഓഫീസ് സ്പേസ് ആയി കാണിക്കാനോ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടോ പർപ്പസിനോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്ക് പറ്റുന്ന സാധനമാണ് SP റോഡിൽ. നല്ല സ്ഥലത്ത് ആകെ 18,000 രൂപ വാടക. ഇതാണ് സാധനം ഗോഡൗണ്, കാലി ഗോഡൗണ്, 18,000 രൂപ വാടക, പിന്നെ 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്. ഇവിടെ മൊബൈലിൻ്റെ ആക്സറീസ് അങ്ങനത്തെ ലൈറ്റുകളല്ല, ഇതൊക്കെ മറ്റേ ചൈനീസ് ലൈറ്റുകളാണ്. ഇങ്ങനത്തെ ഇതിൻ്റെ ഹോൾസെയിലാണ്. ആ ഹോൾസെയിലിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടിയില്ല. അവിടെ SP റോഡ് മുമ്പിൽ ഷോപ്പിൽ ആൾക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോൾ ലൈസൻസ് പർപ്പസ് ആവശ്യമുള്ള ആൾക്ക് ബാംഗ്ലൂർ ഹെഡ് ഓഫീസ് ആളുകൾക്ക് 1.5 ലക്ഷം രൂപ വാങ്ങിയാൽ ഇതിൽ പോയിട്ട് കാണാൻ മതിയോ, ലൈസൻസ് വന്നാലും മുതലാവുന്നതല്ലേ. ഞാൻ SP റോഡിലാണ്, ബാംഗ്ലൂരാണ്. SP റോഡ് എല്ലാവർക്കും വളരെ ഫേമസ് ആണ്. ഹോൾസെയിലിന് മോട്ടർ, ലൈറ്റ്, ഇലക്ട്രിക്കൽസ്, ഈ സൗണ്ട് സിസ്റ്റംസ്, ഫാന്, അങ്ങനത്തെ ഇലക്ട്രിക്കലായിട്ട് ഒരു വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇതിൻ്റെ നടുവിലാണ് ഇത്. ഗോഡൗൺ പർപ്പസ് ഉപയോഗിക്കുക. ഒരു വലുത് 18,000 വാടക, 1.5 ലക്ഷം രൂപ മീൻസ് നാളെ. പിന്നെ സ്ക്വയർ റേറ്റ് ഇല്ല, അതൊരു 60 സ്ക്വയർ ഫീറ്റ് ചെറിയ ഒരു ഗോഡൗൺ ആക്കാൻ പറ്റും. പിന്നെ രണ്ട് ലൈസൻസ് കിട്ടും. ബിൽഡിംഗ് ഓണർക്ക് ഡയറക്റ്റ് അഗ്രിമെൻ്റാണ്. പിന്നെ വേറെ ചുമകളും കാര്യങ്ങളൊന്നുമില്ല, വലിയ ബിൽഡിംഗാണ്. പിന്നെ ഗോഡൗൺ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ലിഫ്റ്റ് ഇല്ല. ഇപ്പോൾ തന്നെ പറഞ്ഞാൽ 3ാമത്തെ ഫ്ലോറാണ്. 1, 2 कौन सा कितना फ्लोर है? फोर्थ है? कौन सा फ्लोर है? फोर्थ फ्लोर है, 3rd फ्लोर है? 4 3 है? 4. 4ാമത്തെ ഫ്ലോറിലാണ് ലിഫ്റ്റ് ഇല്ല. തീരാ 1 ശരി. 3ാമത്തെ ഫ്ലോർ. 3ാമത്തെ ഫ്ലോറിലൊക്കെ അങ്ങനത്തെ ലിഫ്റ്റ് ഒന്നുമില്ല. അതിലോട്ട് 5ാമത്തെ ഫ്ലോർ നടക്കുന്ന ആൾക്കാർ ഓഫീസുണ്ട്. ഗോഡൗണാണ്. അല്ല, ഒത്ത ഗോഡൗണാണ്. 3ാമത്തെ ഫ്ലോറിൽ ഇവിടെ ഗോഡൗൺ ഉണ്ട്. ഇത് SP റോഡിലെ കണ്ണായ സ്ഥലം ഫസ്റ്റ് മെയിൻ കേട്ടോ. SP റോഡിൽ വന്ന് നമ്മൾ ആ മോട്ടറിൻ്റെ ഹോൾസെയിൽ ഏരിയ കയറി ആ ഉള്ളിൽ കയറുന്ന അവിടെ തന്നെ കുഴപ്പമില്ല. ഒരു ഓഫീസ് ബിസിനസ് പർപ്പസ് ആവശ്യക്കാർക്കൊക്കെ പിന്നെ ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ്ങോ ലൈറ്റ് മാനുഫാക്ചറിങ്ങോ ലൈറ്റ് ചൈനൊക്കെ ആക്കിയാണ് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്ന ടീമുകളോ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതിൽ റീൽസ് നാളെ കഴിഞ്ഞ് മറ്റന്നാടാ വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. ഈ ലൈവ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈവ് ഇട്ടിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്യണത് എടുക്കുന്ന ആളുകൾക്ക് സേഫ് സോണിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബിൽഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് നമ്മളെ ഫോളോവേഴ്സ് അറിയിക്കും. അതിനനുസരിച്ച് നമ്മൾ റീൽസ് പിൻവലിക്കും. പിന്നെ കസ്റ്റമർക്ക് ഡയറക്റ്റ് ഷോപ്പ് കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം. അവിടെ നിന്നായിട്ട് നമ്മളൊക്കെ വർത്തനം പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ റീൽസും വർത്തിക്കിടുമ്പോൾ യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ആ വാക്കിൽ അങ്ങനെ ആ വാക്കിൻ്റെ ക്ലീഷിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷ കയറപ്പെടുത്തുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ലൈവായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഷോപ്പ് കാണിച്ചു കൊടുത്ത സ്ഥലം നമ്മൾ ആ ഫസ്റ്റ് ബസ് ഇറങ്ങിയിട്ട് വന്ന് മോട്ടറിൻ്റെ ഹോൾസെയിലിൻ്റെ റോഡ് അടുത്തേക്കാണ് ഓട്ടോ എടുത്തിട്ട് അത് കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ബിൽഡിങ്ങിൽ കോർണറിലെ ഫസ്റ്റ് ബിൽഡിങ്ങിൽ 3ാമത്തെ ഫ്ലോറിൽ പിന്നെ ഏകദേശം 400 അത് 250 2 ഷട്ടർ റീച്ച് പറഞ്ഞില്ല ചോദിച്ചോ. 2 ഷട്ടർ റൂം 18,000 രൂപ വാടക, 1.5 ലക്ഷം രൂപ ഉണ്ട്. ഇവരുടെ ഷട്ടർ റൂം ചെറുതൊന്ന് ഒരു 60 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അതിവിടെ പിന്നെ 6,000 രൂപ വാടക. ഡയറക്റ്റ് ബിൽഡിംഗ് ലൈസൻസ് എടുക്കുക, ഗോഡൗൺ ആക്കാം. ഇവിടെ എല്ലാവർക്കും എല്ലാവരും തന്നെ ഗോഡൗൺ ആക്കും. അപ്പോൾ ഇത് മാക്സിമം എല്ലാവർക്കും വന്നിട്ട് മുൻചേക്കാൻ ഷെയർ കൊടുക്കും. ഞാൻ റീൽസ് ഡിസൈൻ കഴിഞ്ഞിട്ടാണ്. പിന്നെ മാക്സിമം ഒക്കെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഷെയർ കൊടുക്കുക. എന്താ വെച്ചാൽ ഒരു ഷെയറിൻ്റെ ഇപ്പോൾ നല്ലത് കിട്ടി രക്ഷപ്പെട്ടില്ല, നമ്മൾ ഷെയർ രക്ഷപ്പെട്ടില്ല. മാക്സിമം ഇത് ലൈവിലേക്കും റീൽസുകൾ പരമാവധി എല്ലാവരും ഒന്ന് നിർത്തിക്കാണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കാണ്ട് എല്ലാവരും ഒന്ന് കഷ്ടപ്പെട്ട് ഷോപ്പ് കൊടുക്കാൻ വേണ്ടി കാത്തുകാര്യങ്ങളായി പൈസ കാശിൽ ആളുകളുണ്ടാവും. ആശുപത്രി കേസ് രക്ഷപ്പെടാൻ നമുക്കൊരു ഷെയർ അല്ലെങ്കിൽ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചെടുക്കാം. ചില നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടും. അവർക്ക് ആൾക്കാർ വാങ്ങാൻ രക്ഷപ്പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം. അപ്പോൾ പരമാവധി സേഫ്റ്റി സുതാര്യമായിട്ട് നമ്മൾ പരിപാടി കാണുന്ന സാധനം അതുപോലെ നല്ല ഒരു ഗോഡൗൺ. പിന്നെ SP റോഡ് മെയിൻ റോഡ്. പിന്നെ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ ഇപ്പോൾ 3ാമത്തെ വർക്കുക ഇതൊക്കെ എല്ലാവർക്കും ഷോപ്പുണ്ട് കേട്ടോ. വിശ്വാസം മനസ്സിലൊക്കെ ഒന്ന് കാണിച്ചാലാണ് എല്ലാ കാണിച്ചോളൂ. ഓഫീസാക്കത് പകലൊന്നും ഇതിനെ നടക്കാൻ കഴിയിട്ടോ. 5-5:30 ഹോൾസെയിൽ മാർക്കറ്റ് നടക്കും. അതുകൊണ്ടാണ് ഈ തിരക്കില്ലാത്തത്. അപ്പോൾ പകലൊന്നും ഈ പരിസരത്ത് കളിക്കുന്നത് അഞ്ചായി തിരക്കിലൂടെ അതാണ് നമ്മളെ ഫസ്റ്റ് ആ മോട്ടറിൻ്റെ ഹോൾസെയിൽ SP റോഡ് തുറക്കാൻ പോണേ ബ്രേക്കാണ് ഈ കാസാക്കിൻ്റെ അപ്പുറത്താണ് ഉണ്ടാക്കാണ്ട്. അവിടെ ഇങ്ങനെ കയറി അതിനനുസരിച്ച് ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് നേരെ റൈറ്റിക്ക് ഇവിടെ വാങ്ങിയിട്ട് പിന്നെ ഈ എക്യുപ്മെൻസിൻ്റെ മാർക്കറ്റ് ചെയ്ത് ഗിൽറ്റി ഐറ്റംസിൻ്റെ അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഈ ഏരിയ അത് കടക്കെ ആക്കാനാണ്. പിന്നെ ഏരിയ ലൈറ്റ് ഫുള്ള് ഫാൻസി ലൈറ്റുള്ള ഏരിയ. ഈ ഏരിയയിൽ ആ കാണാൻ എമ്മ മോട്ടർ കേട്ടോ. അല്ല ആ മുകളിൽ കടകൾ ആ മുകളിൽ കാണാൻ പോകുന്നത് ആ കാണാൻ ആ കാണാൻ കറുത്ത വലിയ ആ ബോർഡ് നേരെ വലത്തിട്ട് കൊണ്ടിട്ട് ഈ സാധനമാണ് ഈ ബിൽഡിംഗ് കോർണർ ബിൽഡിംഗാണ്. ആ സാധനമാണ്. കുഴപ്പമില്ല, ഇവിടെ പരിപാടികൾക്ക് പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ തീർച്ചയായിട്ടും കാര്യമില്ല. ഇതിന് ബാക്കികൾക്കൊന്നും ഇവിടെ എന്തെങ്കിലും പരിപാടി ആളുകൾക്ക് ഗോഡൗൺ ആക്കാനോ ഓഫീസാക്കാനോ ലൈസൻസ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ പാടില്ലാത്തത് യാത്ര ചെയ്തോ. എന്നാലും കുഴപ്പമില്ലാത്ത ആളുകൾ പറയുന്നത് ഒരു വീട്ടിലെ കച്ചവടം പിന്നെ മുകളിൽ നമ്മൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ ചില ഐറ്റംസുകൾ കച്ചവടമുണ്ട്, ചില കമ്പ്യൂട്ടർ പാർട്സുകളൊക്കെ അവിടെ മാത്രം കിട്ടുന്നത്. അതിനൊക്കെ എനിക്ക് കയറി വരും. മെയിനായിട്ട് അവിടെ ഇതിനാണ് എന്തിനും ഗോഡൗൺ അല്ലെങ്കിൽ ഓഫീസ്. ഇതാണ് സാധനം. അല്ലേ മാക്സിമം SP റോഡ് ഭാഗത്തിലോട്ട്
ഹോൾസെയിൽ ഡിവിഷൻ നോക്കി മാനുഫാക്ചറിംഗ് കൊണ്ട് ഷെയർ ചെയ്ത് നോക്കി 18 ലക്ഷം രൂപ വാടക 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെറിയ പൈസയിലുള്ളൂ ഇതോ. അപ്പോൾ പറഞ്ഞാൽ ഇത് മാക്സിമം എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ബ്രോസ്.